ഞാൻ 2020 ഒക്കെ ആയപ്പോഴേക്കും ഈ കൊറോണ സമയം വന്നപ്പോഴേക്കും ഡയറക്ഷൻ കഴിഞ്ഞിട്ട് 2019 ലവ് ആക്ഷൻ കഴിഞ്ഞിട്ട് ഒരു അടുത്തൊരു സംവിധാനം ഞാൻ അഭിനയിക്കണം, തിരിച്ച് അഭിനയത്തിലോട്ട് കിടക്കാന്നുള്ളൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചത് 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഇനി സിനിമയൊക്കെ അഭിനയിക്കാൻ എന്നെ ആരും വിളിക്കില്ല എന്ന് വിചാരിച്ചിരുന്നു. അപ്പം ഇനിയൊരു സിനിമ പിന്നെ അടുത്തൊരു സംവിധാന സിനിമ പ്ലാൻ ചെയ്ത് അടുത്തൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി വരുമ്പോഴേക്കും ഒരു 2-3 വർഷം സമയം എടുക്കും സ്വാഭാവികമായിട്ട്. അപ്പോൾ ആദ്യത്തെ സിനിമ തന്നെ വലിയ സിനിമ ആയതുകൊണ്ട് രണ്ടാമത്തെ സിനിമ അതിൻ്റെയും മുകളിൽ ചെയ്യണം, അല്ലെങ്കിൽ അതായിരിക്കും ഒരു മേക്കർ എന്നുള്ളതിൻ്റെ പേഴ്സണൽ ആഗ്രഹം. അപ്പോൾ ഈ ഒരു സമയം അല്ലെങ്കിൽ ഈ ഒരു 2 വർഷം മാറി നിൽക്കാൻ എനിക്ക് അപ്പോൾ തോന്നിയില്ല. പിന്നെ ഞാൻ മനോരമയിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഒരു റീഹാബ് പോലെയാണ് ഞാൻ അതിനെ കണക്കാക്കിയിരുന്നത്. കുറച്ച് ശീലങ്ങളും ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒഴിവാക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ തീരുമാനം എടുത്തു. കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പം എനിക്കൊരു ഓൾട്ടർനേറ്റ് കരിയർ ഓപ്പണിംഗ് അവിടെ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ അഭിനയം അവിടെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഒരു സിനിമ വരുന്നു, ഇങ്ങോട്ട് വന്നതാണ്, ഞാൻ അങ്ങോട്ട് പോയിട്ട് ആരെയും അപ്രോച്ച് ചെയ്തിട്ട് സിനിമ വരുമെന്ന് പറഞ്ഞാൽ ഒരു സിനിമ വന്നു. പിന്നെ ഒരു കുത്തൊഴുക്ക് പോലെ കുറച്ചധികം സിനിമകൾ വന്നു. പ്രളയം. അപ്പം പ്രത്യേകിച്ച് ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ കടന്നു പോകാത്ത ഒരാളായതുകൊണ്ടും ഞാൻ എൻ്റെ സുഹൃത്തുക്കളാണ് മിക്ക വന്നവരും പലരും. അപ്പം ഞാൻ പല സിനിമകളും കമ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരും ബിഗിനേഴ്സ് ആയിരുന്നു, അവരൊന്നും ഒരിക്കലും അവരുടെ സിനിമ മോശമാക്കണം എന്ന് വെച്ചിട്ട് ചെയ്യുന്നില്ല. പക്ഷേ എവിടേക്കും അവരുടെ കാൽക്കുലേഷൻ പാളി പോകുന്ന സമയത്ത് വീണുപോയ സിനിമകളുണ്ട്.